ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 18 ഓവറിൽ 117 റൺസ് എടുത്തു നിൽക്കെ ഒരു 20-20 മത്സരത്തിൽ അടുത്ത 2 ഓവറിൽ അവർ എത്ര സ്കോർ നേടും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും. 12 ബോൾ ബാക്കിയുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് 3 വിക്കറ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 150 റൺസ് അല്ലേ മാക്സിമം. അടുത്ത ഒരു 34 റൺസ്, ഏകദേശം 17 റൺസ് വെച്ച് നമുക്കൊരു മാക്സിമം ഒരു അത്രയും പ്രവചിക്കാൻ കഴിയും അല്ലേ. എങ്കിൽ 20-20 ക്രിക്കറ്റിൻ്റെ സകല വശ്യ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് ഒരു മികച്ചൊരു 20-20 മത്സരം കഴിഞ്ഞ ദിവസം കേരള ക്രിക്കറ്റ് ലീഗിൽ അരങ്ങേറി. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 18 ഓവറിൽ 116 റൺസ് എടുത്തു നിൽക്കെ ട്രിവാൻഡ്രം റോയൽസ് ബൗളേഴ്സിൻ്റെ എല്ലാം മുഖത്ത് വളരെയേറെ സന്തോഷം നിറഞ്ഞു. കാരണം 18 ഓവർ കഴിഞ്ഞിരിക്കുന്നു, വെറും 116 റൺസ് മാത്രമേ കാലിക്കറ്റിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയൊക്കെ നിൽക്കെ ഒരു 28കാരൻ ആ ക്രീസിൽ ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് 20-20യിൽ ഇതുവരെ കാണാത്ത ഒരു പെർഫോമൻസ്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ യുവരാജ് സിംഗ് ഒരു ഓവറിൽ 6 സിക്സ്, സ്റ്റോർട്ട് ബ്രോഡിനെതിരെ 6 സിക്സ് നേടിയത് വളരെ അധികം ആകാംക്ഷയോടെയും ഒരു തരിപ്പോടുകൂടിയും കണ്ടിരുന്ന നമുക്ക് കഴിഞ്ഞ മത്സരം KCLലെ കാലിക്കറ്റും ട്രിവാൻഡ്രവും തമ്മിലുള്ള മത്സരം, അതിലും ഉന്മേഷവും എതിർ ടീമിനെ കൊണ്ടുപോലും കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് സൽമാൻ നിസാർ എന്ന 28കാരൻ നടത്തിയത്. ട്രിവാൻഡ്രത്തിന് വേണ്ടി 19ാം ഓവർ എറിയാൻ വന്നത് IPLൽ മുംബൈക്ക് വേണ്ടി പോലും കളിച്ചിട്ടുള്ള ബേസിൽ തമ്പിയാണ്. ബേസിൽ തമ്പി തൻ്റെ 19ാം ഓവർ എറിയാൻ വന്നു. ആദ്യ ഓവറിൽ 6, ആദ്യ ബോളിൽ 6, രണ്ടാം ബോളിൽ 6, മൂന്നാം ബോളിൽ 6. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ആദ്യത്തെ 5 ബോളും സൽമാൻ നിസാർ സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ചു. അവസാന ബോളിൽ സിംഗിൾ എടുത്ത് സ്ട്രൈക്കും കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ബേസിൽ തമ്പി എറിഞ്ഞ 19ാം ഓവറിൽ 31 റൺസാണ് സൽമാൻ നിസാർ അടിച്ചു കൂട്ടിയത്. അവിടെ കൊണ്ട് കഴിഞ്ഞു എന്ന് ആശ്വസിച്ച് നിൽക്കുന്ന ട്രിവാൻഡ്രം അദാനി റോയൽസിന് വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് 20ാം ഓവർ എറിയാൻ വന്ന അഭിജിത്ത് പ്രവീൺ എന്ന റൈറ്റ് ആം ബോൾ പേസറെ ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ച് വീണ്ടും സൽമാൻ നിസാർ ഞെട്ടിച്ചു. ചെറിയൊരു പ്രതിരോധത്തിലായ അഭിജിത്ത് പ്രവീൺ അടുത്ത ബോൾ വൈഡാണ് എറിഞ്ഞത്. അതിൻ്റെ അടുത്ത ബോൾ നോ ബോളായി. ആ നോ ബോളിൽ 2 റൺസും സൽമാൻ നിസാർ ഓടിയെടുത്തു. അടുത്ത ബോൾ വീണ്ടും 6. അങ്ങനെ അടുത്ത 5 ബോളും 6 പറത്തി സൽമാൻ നിസാർ ആ ലാസ്റ്റ് ഓവറിൽ നേടിയത് 40 റൺസാണ്. 6 സിക്സറുകളും 1 2ഉം 1 വൈഡും 1 നോ ബോളും ഉൾപ്പെടെ 40 റൺസാണ് ആ ലാസ്റ്റ് ഓവറിൽ അദ്ദേഹം നേടിയത്. എന്തായാലും IPLൽ വരാൻ പോകുന്ന 2026 IPL ലേലത്തിൽ സൽമാൻ നിസാറിന് വേണ്ടി ടീമുകൾ അണിനിരക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ മറ്റൊരു വാർത്ത ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ലേലത്തിന് മുന്നോടിയായി നടക്കുന്ന ക്യാമ്പിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൽമാൻ നിസാറിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൽമാൻ നിസാറിന് കോൾ വന്നിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും അവരുടെ ക്യാമ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി.
സെലക്ഷൻ ക്യാമ്പിൽ അല്ലാതെ ട്രയൽസ് ഉണ്ടല്ലോ, ട്രയൽസ് ക്യാമ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ട്. എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗ് വരും വർഷങ്ങളിൽ സഞ്ജു സാംസൺ ഇനാഗുറേഷനിൽ പറഞ്ഞതുപോലെ ഒരു ടോപ്പ് ക്രിക്കറ്റ് ലീഗായി മാറും. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ക്രിക്കറ്റ് ലീഗ് ആകും എന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് ലീഗ് ഇന്ത്യയിലെ ആയി മാറും എന്ന്, കേരള ക്രിക്കറ്റ് ലീഗ് ആയി മാറും എന്ന് നമുക്ക് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. അതുപോലുള്ള 2020 ക്രിക്കറ്റ് ക്വാളിറ്റിയാണ് KCL ഉടനീളം പല താരങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പലരെയും നമുക്ക് IPL കാണാൻ കഴിയും എന്ന് തന്നെ ആഗ്രഹിക്കാം ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.